ഹായ് സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കുൽദാര വില്ലേജിലേക്കുള്ള പ്രവേശന കവാടം. ഇതിന് ഒരാൾക്ക് 50 രൂപ ഈടാക്കിയാണ് ഈ ഹെറിറ്റേജ് വില്ലേജിലേക്ക് നമ്മളെ കടത്തിവിടുന്നത്. കുൽദാര വില്ലേജ് രാജസ്ഥാനിലെ ജയ്സാമേർ ജില്ലയിലെ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ജയ്സാമേറിലേക്ക് നമ്മൾ സാൻഡ് ഡ്യൂമിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് 17 കിലോമീറ്റർ മാറിയാണ് കുൽദാര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഗോസ്റ്റ് ടൗൺ, പ്രേത നഗരം എന്ന് ഒരു പേരും കൂടിയുണ്ട്. ഇത് കാണാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും തൊട്ടടുത്ത ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ വസിക്കുന്നുണ്ട്. അവർ ആടിനെയും കൊണ്ടുപോകുന്നു. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഈ ഗ്രാമത്തെ പറ്റി പറയുകയാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ പാലിവാൾ ബ്രാഹ്മണർ താമസിച്ചിരുന്ന ഒരു സമ്പന്ന ഗ്രാമമായിരുന്നു ഇത്. 19-ാം നൂറ്റാണ്ടിൽ അജ്ഞാതമായ ചില കാരണങ്ങളാൽ ഇവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ജലത്തിൻ്റെ ലഭ്യത കുറവായത് കാരണമാവാം, അവരുടെ കൃഷിയും മറ്റും കാലികൾക്കുള്ള വെള്ളത്തിനുമൊന്നും ബുദ്ധിമുട്ട് വന്നത് കാരണമാവാം, അല്ലെങ്കിൽ ഭൂകമ്പം, അല്ലെങ്കിൽ മറ്റ് പ്രാദേശികമായ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചിരുന്നവരുടെ ക്രൂരതകൾ കൊണ്ടാവാം. ഇതുമൂലം ഈ ഗ്രാമം ഉപേക്ഷിച്ചു എന്നാണ് പിന്നീട് ഇതേപ്പറ്റി പറയുന്നത്. ഈ ഗ്രാമത്തെ പ്രേതബാധയുള്ള സ്ഥലമെന്ന പേര് കൂടി വന്നു. പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ ചുറ്റും ഒരു മതിലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടം ധാരാളം വീടുകളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാം. തകർന്നു കിടക്കുന്ന വീടുകൾ ഒരു 400 എണ്ണം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി. ഇവിടെ നിന്ന് ഇതെല്ലാം ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ളതാണ്. നടപ്പാതകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളും വിദ്യാർത്ഥികൾ ഇത് പഠന വിഷയമാക്കി വരുന്ന ഒത്തിരി വിദ്യാർത്ഥികളും എല്ലാം ഇന്ന് ടൂറിസ്റ്റുകളുണ്ട് ധാരാളം. ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി കുറച്ച് നടന്നു വേണം ഈ ഗ്രാമത്തിലേക്ക് എത്താൻ. ഇവിടം 400 മുതൽ 800 വരെ വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശം കണക്കാക്കിയിരിക്കുന്നത്. അവശിഷ്ടങ്ങളെല്ലാം ഒത്തുനോക്കി. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ പാലി എന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ താമസമാക്കിയ ബ്രാഹ്മണരെ പാലിവാർ ബ്രാഹ്മണർ എന്നാണ് പറഞ്ഞു പോരുന്നത്. ഈ ബ്രാഹ്മണർക്കിടയിലെ ഒരു ജാതി വിഭാഗമായിരുന്നു കുൽദാര എന്നും കണക്കാക്കപ്പെടുന്നു. ഈ ജാതി പേരാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് കുൽദാര ഗ്രാമം എന്ന് പറയാൻ കാരണമെന്നും പറയപ്പെടുന്നു. വിദ്യാർത്ഥികളെല്ലാം വന്നിട്ടുണ്ട്. അവർ നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ രാജസ്ഥാനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ കാണുന്നതാണ് കുൽദാര ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ ശേഷിപ്പുകൾ. ഇതെല്ലാം സർക്കാർ ഒന്ന് പുതിയതായി പുതുക്കി പണിതിട്ടെല്ലാം ഉണ്ട്, കുറച്ച് ഭാഗങ്ങളെല്ലാം. എന്നിരുന്നാലും ഈ 13-ാം നൂറ്റാണ്ടിലൊക്കെ തുടങ്ങിയ മേൽക്കൂരയെല്ലാം തന്നെയുള്ള മേൽക്കൂര മരങ്ങളെല്ലാം പാവി അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ച് ഒരു ഒറ്റനില വീട് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഒരു അത്ഭുതം തന്നെയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീണിച്ച് തിരി നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായി ആ ബെഞ്ചുമേൽ ഇരിക്കുന്ന എൻ്റെ 2 സുഹൃത്തുക്കളാണിവർ. ഈ ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് പല കാരണങ്ങളും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാരണങ്ങളും ആവാം ഇതിൽ നിന്ന് ആൾക്കാരെ ഒഴിഞ്ഞു പോവാൻ പ്രേരിതമാക്കിയത്. 1825 കുൽദാരയിലെയും
അടുത്തുള്ള 83 ഗ്രാമങ്ങളിലെയും എല്ലാ ആളുകളും ഒറ്റ രാത്രിയുടെ ഇരുട്ടിൽ അപ്രത്യക്ഷരായി എന്നാണ് പറയപ്പെടുന്നത്. ദുഷ്ടനായ പ്രധാനമന്ത്രി സലീം സിംഗ് ഗ്രാമത്തലവൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നും പറയുന്നു. ഈ ആഗ്രഹം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ രാജാവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അവൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നതിനു പകരം ഗ്രാമവാസികൾ ഒറ്റ രാത്രി കൊണ്ട് ഭവനങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു എന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഈ ഗ്രാമത്തെ അവർ ശപിച്ചാണ് പോയത് എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ഗ്രാമത്തിൽ ഒരു രാത്രി പോലും ആർക്കും കഴിയാൻ സാധിച്ചിട്ടില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ഗ്രാമം രാജസ്ഥാൻ സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന അവർ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. ചിലപ്പോൾ കാളകളെ ഉപേക്ഷിച്ച് വലിച്ചതായിരിക്കാം. അപ്പോൾ കാളവണ്ടി അല്ല, മറ്റുള്ളതാണെങ്കിൽ കുതിരയാണെങ്കിൽ കുതിര, ഒട്ടകമാണെങ്കിൽ ഒട്ടകവണ്ടി. ഇതെല്ലാം തന്നെ ഇതിൻ്റെ അവശേഷിപ്പുകളാണ്. ഈ ഉള്ളിൽ ഇത് കാണാൻ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അന്നത്തെ ഈ നാലുകെട്ട് പോലെയുള്ള, ചിലപ്പോൾ ഈ ഗ്രാമമുക്കിൻ്റെ വസതി ആയിരിക്കാം ഇത്. കുറച്ച് ബെഡ്റൂമുകളെല്ലാം തന്നെയുള്ള ഒരു നാലുകെട്ട് മാതൃകയിൽ ഒരു നടുത്തളമെല്ലാം ഉണ്ടാക്കി ഇട്ടുള്ള വീടാണ്. ഇതാണ് ഇവർ മേൽക്കൂരയ്ക്ക് വേണ്ടി തടികൾ ഉപയോഗിച്ച്, മരങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള അന്നത്തെ കാലത്തെ കലാവിരുതിലും അതുപോലെ തന്നെ അന്നത്തെ ടെക്നോളജിയിലും പണിതിരിക്കുന്ന പില്ലർമേൽ, ഈ കല്ലുകൊണ്ടുള്ള ഈ തൂണുമേൽ നിർത്തിയിരിക്കുന്ന ഒരു വീടും കൂടിയാണിത്. ഇതിന് മുകളിലേക്ക് കയറാൻ ഗോവണിയുണ്ട്. അതിലൂടെ ഇതിൻ്റെ മുകളിലോട്ടും കയറാം. അത് ഇന്നുണ്ടാക്കിയതാണോ അതോ പണ്ടുള്ളതാണോ എന്ന് നമുക്ക് കൃത്യമായി അത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അതിൽ കുറച്ച് പേച്ച് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് അന്നത്തെ അവരുടെ ഒരു ബെഡ്റൂം ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ആ കോണിയിലേക്ക് കയറുന്നതിന് വേണ്ടി പോവുകയാണ്. ഇത് എൻ്റെ സുഹൃത്താണ്. ഇവിടെ നിന്ന് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഈ കാണുന്ന റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെയാണ്, ഇത് ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തും കൂടിയാണ്. ഈ കോണിയിൽ കൂടെ മുകളിലോട്ട് കയറാൻ പറ്റും. ഇവിടെയെല്ലാം കുറച്ച് വവ്വാലുകളെല്ലാം തൂങ്ങിക്കിടപ്പുണ്ട്. ഇതിൽ ആൾക്കാർ സഞ്ചാരമുണ്ടെങ്കിലും അവർ ഇവിടെ അവരുടെ താവളം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏതായാലും പുരാവസ്തു ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു എന്ന് തോന്നുന്നു. കന്നുകാലികളൊന്നും കയറി അവരുടെ മാലിന്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് തന്നെ ഭാഗ്യം, സംരക്ഷിക്കുന്നു. ഇതിലെ അന്നുണ്ടാക്കിയതായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കോണിലൂടെ കയറി ഇതിൻ്റെ മുകളിലെത്തി ഞങ്ങൾ. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു നടുത്തളം. ഈ നടുത്തളത്തിന് ചുറ്റും ബെഡ്റൂം. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ 12-ാം നൂറ്റാണ്ടിൽ അവർ സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതം തന്നെയാണ്. ഇതാണ് ആ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അങ്ങ് ദൂരെ വരെയുണ്ട്. ചെറിയ മതിൽക്കെട്ട് പോലെ ഒരു കെട്ടി ആ അവശിഷ്ടങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വീടുകൾ നശിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള പ്രദേശങ്ങൾ മറ്റുള്ള മൃഗങ്ങളുടെ ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയ മതിലായിരിക്കാം. എന്തുകൊണ്ടോ ഇതിനു ചുറ്റും മതിലുകളുടെ അവശിഷ്ടങ്ങൾ ധാരാളം കാണാൻ ഇവിടെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്.
ആ ദൃശ്യങ്ങളെല്ലാം പകർത്തി അതിന് മുകളിൽ നിന്നിറങ്ങി ഈ ഓരോ ചുറ്റും കെട്ടിയിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം, മതിൽ കെട്ടിയിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉള്ളിൽ കയറി കണ്ടു. അതിനുള്ളിൽ ചിലതൊക്കെ വീണ് കിടപ്പുണ്ട്, വീടുകളായിരിക്കാം. 800 കൊല്ലത്തോളം പഴക്കമുള്ള ഈ പ്രദേശവും ഈ മതിൽക്കെട്ടും എന്ത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചരിത്രം പറയുന്നത് ഇതിൽ 82ഓളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു, അതിലെ മനുഷ്യരുമാണ് ഇവിടെ നിന്ന് അപ്രത്യക്ഷിതമായത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഇതിലെ എല്ലാം കണ്ട് ഈ അന്നത്തെ കെട്ടുകളും എല്ലാം കണ്ട് കുറച്ചെല്ലാം തന്നെ ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം കണ്ട് ഇന്ന് ഇവിടെ നിന്ന് മണലാരണ്യത്തിലേക്ക്, ഡാം പോവുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. കണ്ണൂരിൽ നിന്ന് സവാരി എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഏജൻസിയിൽ വന്നിട്ടുള്ള മലയാളികളാണ്. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് മോട്ടൊക്കെ എഴുതി വെച്ചിട്ട് മലയാളികളാണ്. കണ്ണൂരിൽ നിന്നാണെന്നും എനിക്ക് മനസ്സിലായി. ഞങ്ങൾ തൃശ്ശൂരിന്നാ കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ മലയാളികൾ തന്നെയാ. തൃശ്ശൂരിൽ നിന്നാ. കണ്ണൂരല്ലേ സവാരി? അല്ല 4 പേരുണ്ട്, 2 പുറകിലുണ്ട്. കണ്ണൂര് ഇവര് കണ്ണൂരല്ല, ഇവര് ഹിന്ദിയാ, കണ്ടറിയാം.